നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെക്കുറിച്ചൊന്ന് നോക്കിയാൽ എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ, ഇത്രയധികം അനീതികൾ എന്നൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മൾ ചുറ്റും കാണുന്ന ഈ സംഭവങ്ങളെല്ലാം ശരിക്കും നന്മയും തിന്മയും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നൊരു കാഴ്ചപ്പാടുണ്ട്. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ തന്നെ തുടങ്ങാം, അല്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ ലോകം ഇത്രയധികം പ്രശ്നങ്ങൾ നിറഞ്ഞതും ദുഷിച്ചതുമായി തോന്നുന്നത്? ഈ ചോദ്യത്തിന് ഒരു പ്രത്യേക ഉത്തരം നൽകുന്ന ഒരു സിദ്ധാന്തമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതെ, നമ്മൾ കാണുന്ന ഈ പ്രശ്നങ്ങളൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല. ഇതിനെല്ലാം പിന്നിൽ ആഴത്തിലുള്ളൊരു കാരണമുണ്ട് എന്നാണ് ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ആ കാരണം എന്താണെന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ശരി, അപ്പോൾ ഈ ഒരു ആശയം മുഴുവനായി മനസ്സിലാക്കാൻ നമ്മൾ 6 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ലോകം ശരിക്കും ഒരു പ്രതിസന്ധിയിലാണോ എന്ന ചോദ്യത്തിൽ തുടങ്ങി അധികാരത്തിന്റെ 2 അവസ്ഥകളെക്കുറിച്ചും ആദമിന് തന്റെ രാജ്യം എങ്ങനെ നഷ്ടപ്പെട്ടു, അതിനുശേഷം വന്ന സാത്താന്റെ ഭരണത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിക്കും. അവസാനം ഒരു ചെറിയ ന്യായവിധി ദിനത്തിലൂടെ എങ്ങനെയാണ് നഷ്ടപ്പെട്ട പറുദീസ നമ്മൾ തിരിച്ചുപിടിക്കുന്നത് എന്നും നമ്മൾ കാണും. അപ്പോ ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. ഈ സിദ്ധാന്തത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം ഇതാണ്: ലോകത്ത് ഇന്ന് കാണുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെറുതെ സംഭവിക്കുന്നതല്ല. ഇതിനെല്ലാം ഒരു കാരണമുണ്ട്. അതായത് ഈ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ജീവിക്കുന്നത് തിന്മ അതിന്റെ പാരമ്യത്തിലെത്തിയ ഒരു കാലഘട്ടത്തിലാണ്. ഏറ്റവും മോശം ആളുകൾക്ക് അധികാരം കിട്ടുന്നൊരു സമയം. പക്ഷേ ഇതൊരു വലിയ മാറ്റത്തിന്റെ സൂചന കൂടിയാണ്. അപ്പോ ഈ തിന്മയുടെ ഭരണത്തിന് പിന്നിലെന്താണ്? അതിന്റെ ഉത്തരമാണ് ഈ പ്രപഞ്ചത്തെ രണ്ടായിട്ട് കാണുന്ന ഒരാശയം. ചരിത്രമെന്ന് പറഞ്ഞാൽ വെറുതെ കുറെ സംഭവങ്ങളല്ല, പകരം 2 വലിയ ശക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ഒന്ന് ആദമിന്റെ ഭരണകൂടം, 2 ഇബ്ലീസിന്റെ, അതായത് സാത്താന്റെ ഭരണകൂടം. ഒന്ന് നോക്കിക്കേ, ഈ 2 ഭരണകൂടങ്ങളും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ആദമിന്റെ ഭരണകൂടത്തിൽ സമാധാനവും നീതിയും സമൃദ്ധിയുമുണ്ട്. അതൊരു തരം ഭൂമിയിലെ സ്വർഗമാണ്. എന്നാൽ ഇബ്ലീസിന്റെ ഭരണത്തിലോ, അവിടെ വിശ്വാസികൾ എപ്പോഴും കഷ്ടപ്പെടുന്നു, അടിച്ചമർത്തപ്പെടുന്നു. അതൊരു ജീവിക്കുന്ന നരകം പോലെയാണ്. അപ്പം നിങ്ങളുടെ മനസ്സിലും ഈ ചോദ്യം വന്നിട്ടുണ്ടാകും: എങ്ങനെ നമ്മൾ ഈ ഒരു അവസ്ഥയിലെത്തി? ആദമിന്റെ ആ നല്ല ഭരണത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ സാത്താന്റെ ഭരണത്തിലേക്ക് വീണു? അതിന് നമ്മൾ മനുഷ്യന്റെ തുടക്കത്തിലേക്ക് തന്നെ പോകണം, ഏദൻ തോട്ടത്തിലേക്ക്. തുടക്കത്തിൽ എല്ലാം പെർഫെക്റ്റായിരുന്നു. ആദമായിരുന്നു ഈ ഭൂമിയുടെ ഭരണാധികാരി. അതായിരുന്നു ദൈവം നമുക്കുവേണ്ടി കണ്ടുവച്ച സമാധാനപരമായ ജീവിതം. പക്ഷേ എല്ലാം തകിടം മറിഞ്ഞത് വെറും 3 സ്റ്റെപ്പുകളിലൂടെയാണ്. ആദ്യം ദൈവം ഒരു കൽപ്പന കൊടുത്തു, പിന്നെ ആദം ആ കൽപ്പന ലംഘിച്ചു. അതിന്റെ ഫലമായി ആദമിന് തന്റെ അധികാരവും ആ പറുദീസയും നഷ്ടപ്പെട്ടു. അതായിരുന്നു ടേണിംഗ് പോയിന്റ്. ആദം പുറത്തായപ്പോൾ അവിടെ ഒരു അധികാരശൂന്യത, അഥവാ ഒരു പവർ വാക്വം ഉണ്ടായി. ആ സ്ഥാനം പിടിച്ചെടുക്കാൻ അധികം വൈകിയില്ല. അങ്ങനെയാണ് സാത്താന്റെ ഭരണം ഭൂമിയിൽ തുടങ്ങുന്നത്. കയീനായിരുന്നു അവന്റെ ആദ്യത്തെ ഭരണാധികാരി. അന്നുമുതൽ തുടങ്ങിയ ആ ഭരണം ഈ തിയറി അനുസരിച്ച് ഇന്നുവരെ തുടരുന്നു. ഇതിന് ബൈബിളിൽ വരെ തെളിവുണ്ടെന്നാണ് പറയുന്നത്. യേശുവിനെ പ്രലോഭിപ്പിക്കുമ്പോൾ സാത്താൻ പറയുന്നൊരു കാര്യമുണ്ട്: നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മാത്രം മതി, ഈ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം ഞാൻ നിനക്ക് തരാം. ഇത് കാണിക്കുന്നത് ആ അധികാരം അപ്പോൾ അവന്റെ കയ്യിലായിരുന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും, അല്ലേ? എന്താ നല്ല മനുഷ്യരൊക്കെ കഷ്ടപ്പെടുന്നത്, പക്ഷേ ദുഷ്ടന്മാർക്ക് ഒരു കുഴപ്പവുമില്ലല്ലോ എന്ന്? അതിനൊരു വിശദീകരണമുണ്ട്. വിശ്വാസികളുടെ യഥാർത്ഥ പ്രതിഫലം വരാനിരിക്കുന്നത് പരലോകത്താണ്. അതിനാൽ അവർ ഈ ലോകത്ത് പരീക്ഷിക്കപ്പെടുന്നു. എന്നാൽ അവിശ്വാസികൾക്ക് കിട്ടാനുള്ളതെല്ലാം ഈ ലോകത്ത് തന്നെ കിട്ടണം. അതുകൊണ്ടാണ് അവർ അധികാരവും സമ്പത്തും നേടുന്നത്. പക്ഷേ ഈ തിന്മയുടെ ഭരണം എക്കാലവും ഇങ്ങനെ തുടരുമോ? ഇല്ല, അതിനൊരവസാനം വരും. ഒരു ഭയങ്കര ക്ലൈമാക്സ് തന്നെ ഉണ്ടാകും. അതാണ് ചെറിയ ന്യായവിധി ദിനം. ഇവിടെയാണ് ഈ തിയറിയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പോയിന്റ് വരുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള ആ അവസാനത്തെ ന്യായവിധിക്ക് മുൻപ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഒരു ന്യായവിധി നടക്കുമത്രേ. ഇതിനെയാണ് അൽ ഖിയാമ അസ് സുഗ്ര, അഥവാ ചെറിയ ന്യായവിധി ദിനം എന്ന് പറയുന്നത്. ആ ദിവസം ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പോരാട്ടത്തിനാണ് ഈ ഭൂമി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒരു സൈഡിൽ സാത്താനും ഫറവോനെപ്പോലുള്ള അവന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടാളികളും മനുഷ്യരൂപത്തിൽ വരും. മറുസൈഡിൽ നന്മയുടെ പക്ഷത്ത് പോരാടാൻ പ്രവാചകന്മാരും പുണ്യാത്മാക്കളും എത്തും. പറഞ്ഞുവരുന്നത് അതൊരു കണക്ക് തീർക്കലിന്റെ ദിവസമായിരിക്കും. ചരിത്രത്തിൽ അടിച്ചമർത്തപ്പെട്ടവർക്കെല്ലാം അവരുടെ പീഡകരോട് പകരം ചോദിക്കാൻ ഒരവസരം കിട്ടുന്ന ദിവസം. എല്ലാ കടങ്ങളും അന്ന് വീട്ടി തീർക്കും. ശരി, അപ്പോൾ ഈ വലിയ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? അതാണ് ഈ കഥയുടെ ക്ലൈമാക്സ്. നഷ്ടപ്പെട്ട പറുദീസ ഭൂമിയിൽ തിരികെ വരുന്നു. ആ അവസാന യുദ്ധത്തിൽ സാത്താനും കൂട്ടരും പൂർണ്ണമായി തോൽക്കും. അതോടെ ഭൂമിയിൽ നിന്നവരുടെ ഭരണം എന്നേക്കുമായി തീരും.
ഒരു പുതിയ യുഗം തുടങ്ങും. അതോടെ ലോകം മൊത്തത്തിൽ മാറും. ഇതുവരെ കഷ്ടപ്പെട്ട വിശ്വാസികൾക്ക് സമാധാനവും സമൃദ്ധിയും ലഭിക്കും. അധികാരം കൈയാളിയിരുന്ന ദുഷ്ടന്മാർക്ക് അവരുടെ സ്ഥാനം നഷ്ടപ്പെടും. മനുഷ്യർക്കു വേണ്ടി ദൈവമൊരുക്കിയ ആ യഥാർത്ഥ ഭരണകൂടം വീണ്ടും വരും. അതായത് അവസാനത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് മരണത്തിന് ശേഷമുള്ള ഒരു സ്വർഗം മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി തന്നെ ഒരു പറുദീസയായി മാറും. നഷ്ടപ്പെട്ടുപോയ ആ ഏദൻ തോട്ടം ഇങ്ങോട്ട് തിരികെ വരും. അപ്പോ ഈ കേട്ടതെല്ലാം വെച്ച് നോക്കുമ്പോൾ ചരിത്രം നന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധമാണെങ്കിൽ ആ വലിയ കഥയിൽ നമ്മളിപ്പോൾ എവിടെയായിരിക്കും നിൽക്കുന്നത്? അതൊരു വലിയ ചോദ്യമാണല്ലേ. നന്ദി.